ഹലോ, സൈസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമല്ലേ? എനിക്കും സുഖമാണ് കേട്ടോ. ഇത് ഞാൻ ഏട്ടൻ്റെ കയറി താമസമാണ്. കയറി താമസം എന്ന് പറഞ്ഞാൽ പാലുകാച്ചൽ, വീടിൻ്റെ പാലുകാച്ചലാണ് 5 തീയതി, ഏപ്രിൽ 5 തീയതി കേട്ടോ. അന്നെടുത്ത വീഡിയോ ആണ്. അപ്ലോഡ് ആക്കാൻ കുറച്ച് നേരം വൈകിയിട്ടുണ്ട്, കാരണം ഞാൻ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടുന്ന് എനിക്ക് വോയിസ് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, കാരണം എല്ലാവരും ഉണ്ടാവില്ലേ, കുട്ടികൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്ക് വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതാ രാവിലെ തന്നെ ഞാൻ വീഡിയോ എടുത്തതാണ്. എല്ലാവരും ഇങ്ങനെ ഞങ്ങളവിടെ ചെന്നാൽ നിലത്താട്ടോ കിടക്കാറ്, കട്ടിലുമലല്ല. എല്ലാവരും കൂടെ ഒന്നിച്ച് ഞാനും അമ്മയും കുട്ടികളും ഒപ്പം കിടക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയാണ് കിടക്കാറ്. അപ്പോൾ രാവിലെ ഏകദേശം ഒരു 4:15 ആയിട്ടുണ്ട് കേട്ടോ സമയം. എല്ലാവരും കുളിയും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വലിയ ആൾക്കാരത്, കുട്ടികളൊക്കെ ഇനി കുളിപ്പിക്കാനുണ്ട്. അപ്പം അന്ന് സദ്യയാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ഇവിടുന്ന് സദ്യകളൊക്കെ ഇവിടുന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചു. പായസം മാത്രം പിന്നെ കയറി താമസമുള്ള വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. പാല് കാച്ചിയതിന് ശേഷം പായസവും പപ്പടം അവിടെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതാ അമ്മായികളൊക്കെ തലേന്ന് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. വലിയ അമ്മായിയും ചെറിയ അമ്മായിയും നടുക്കത്തെ അമ്മായിയും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിൽ നല്ല പണിയിലാണ്. വർഷേൻ്റെയാണ് കേട്ടോ പാലുകാച്ചൽ, വീടിൻ്റെ പാലുകാച്ചലാണ്. അപ്പോൾ സിദ്ധുവും തന്നെ നീച്ചിട്ടുണ്ട്, കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ മുകളിൽ ഗണപതി ഹോമമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി പോയതാണ്. ക്ലീൻ ആക്കിയിട്ടതാണ്. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ അവിടെ ഹോമം ചെയ്യുന്നിടത്തൊന്നുകൂടെ ഇതാക്കാൻ പോയതാണ് കേട്ടോ. പിന്നെ ഒരു കുടം വെള്ളവും വേണമെന്ന് പറഞ്ഞു. അതും കൊണ്ട് പോവാണ് കേട്ടോ വർഷ. ഇപ്പോൾ പിന്നെ അങ്ങനെ കുടത്തിലൊന്നും വെള്ളം എടുത്തും പൊന്തിച്ചൊന്നും ശീലമല്ലല്ലോ ആർക്കും. പിന്നെ പറഞ്ഞാൽ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ പുലർച്ചെ ആകുമ്പോൾ. അപ്പോൾ അതാ നമ്പൂതിരി വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ അടുത്തുള്ളൊരു അമ്പലത്തിലത്തെ നമ്പൂതിരി തന്നെയാണ് കേട്ടോ. വിതൻശ്ശേരി ഒരു വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടുത്തെ നമ്പൂതിരി തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതാ അപ്പോഴത്തേന് മക്കളൊക്കെ കുളിയൊക്കെ കഴിച്ച് എല്ലാവരും ഇങ്ങോട്ട് മേലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഇവിടെ കറണ്ട് കിട്ടിയിട്ടില്ല കേട്ടോ. കറണ്ട് പിന്നെ താഴത്തുനിന്ന് അങ്ങനെ വയറിട്ട് വലിക്കലായിരുന്നു. അപ്പോൾ പിന്നെ ആ സമയത്ത് എന്താ അറിയില്ല, അതെന്തോ ഒന്ന് കട്ടായിപ്പോയി, ഷോർട്ടായിപ്പോയി. മഴ പെയ്യുന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മഴേൻ്റെ ഇതിനോണ്ടാണ് തോന്നണതൊന്നും ഷോർട്ടായിപ്പോയി. പിന്നെ എന്തായാലും കുട്ടച്ചൻ്റെ അവിടുന്ന് വേറെ വയറൊക്കെ എടുത്ത് ഒക്കെ റെഡിയാക്കിട്ടോ. കറണ്ട് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ KCB-കാർ ഇപ്പോൾ പെരുന്നാളിൻ്റെ ആ ഇത് കഴിഞ്ഞുകൊണ്ട് പിന്നെ ആൾക്കാരില്ല പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ലേറ്റായിപ്പോയി. പിന്നെന്താ ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞിട്ട് പ്രസാദമൊക്കെ പിന്നെ എല്ലാവരും തൊടുകയാണ് കേട്ടോ. അപ്പോൾ നേരെ ഇങ്ങനെ വെളുക്കണേ ഉള്ളൂ. ഗണപതി ഹോമമൊക്കെ കഴിയാനായപ്പോഴത്തേനും എല്ലാവരും കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും സെറ്റ് മുണ്ടൊന്നും എടുത്തിട്ടില്ല, അമ്മായികളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഞങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ ഇനി പാല് കാച്ചുന്ന സമയത്ത് കൊടുക്കുക പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പ്രസാദമൊക്കെ മേടിച്ചു. പിന്നെ ഉപ്പുമാവും ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് താഴത്തിട്ടോ. അതുപോലെ തന്നെ സാധനങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. ഒക്കെ ഇനി പിന്നെ പാല് കാച്ചണേൻ്റെ കുറച്ച് മുമ്പായിട്ടാണ് ഇങ്ങോട്ട് കയറ്റുക കേട്ടോ. പാല് കാച്ചൽ കുറച്ച് സമയമുണ്ട്. ഒരു 8:30 ആകുമ്പോഴാണ്, 8:43 തൊട്ട് 9:43 വരെയാണ് കേട്ടോ സമയം പാല് കാച്ചാനുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് കയറുമാണ് കേട്ടോ. അപ്പോൾ അതാ ഗണപതി ഹോമം നടത്തിയതിൽ വർഷത വിറക് വെച്ച് കൊടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കണൽ കെടാൻ പാടില്ല. ഇതിന്ന് കണൽ എടുത്തിട്ട് വേണം നമുക്ക് പാല് കാച്ചാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു 5:45 ആയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനിയും സമയമുണ്ട്. 8:43 നമുക്ക് പാല് കാച്ചേണ്ടത്. അപ്പോൾ അതുവരെ കണൽ കെടാതെ നമ്മൾ നോക്കണം. അപ്പോൾ അതിനിങ്ങനെ വിറക് വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ഇത് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമാണ്, കഴിക്കുന്ന പ്രസാദം. അപ്പോൾ ഇതിൽ കുറച്ച് നാളികേരമൊക്കെ വലിയ വലിയ കഷ്ണങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ മുറിച്ചുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുക വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ കേട്ടോ. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഗണപതി ഹോമത്തിൻ്റെ ആ സാധനം കണ്ടോ, സാധാരണ ഇഷ്ടികയൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യലാണ് കേട്ടോ. പക്ഷേ ഇതിപ്പോൾ പിന്നെ ഇവിടെ അടുത്തുനിന്ന് തന്നെ ഇതിനായിട്ടുള്ളൊരു സംഭവമാണ്, ഹോമകുണ്ടം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് വാടകയ്ക്ക് കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ ഇഷ്ടികയും കല്ലൊന്നും തിരഞ്ഞ് വേണ്ടണ്ട. എൻ്റെ വീട്ടിലൊക്കെ പാല് കാച്ചലായെന്ന് അങ്ങനെയായിരുന്നു കേട്ടോ, ഇഷ്ടികയൊക്കെ ആയിരുന്നു. പിന്നെ അരി ഇടാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ് കേട്ടോ അമ്മ. അരി ഇട്ടിട്ടില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ചോറും കറിയും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പുമാവും എല്ലാതും ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞങ്ങളെല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ റെഡി ആവുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇത് പാല് കാച്ചലിന് തൊട്ട് മുൻപായിട്ട് നമുക്ക് വീട്ടിൽ കയറണ ഇതുണ്ട്. അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പലയിടത്തും പല പോലെ ആവില്ലേ. ഇവിടെ പിന്നെ വിളക്ക് പിടിച്ചിട്ട് ഗൃഹനാഥയും പിന്നെ അതേപോലെ തന്നെ തൊട്ട് ബാക്കിലായിട്ട് എല്ലാവരും കൂടെ വരിക. ധാന്യങ്ങളും കിണ്ടിയും വിളക്കും പിന്നെ അതേപോലെ തന്നെ നെല്ല്, അരി,
പണം ഒക്കെ പിടിച്ചിട്ട് അങ്ങനെ കയറാണ് കേട്ടോ വേണ്ടത്. വീടിന് ഒരു വട്ടം വലം ചുറ്റിയിട്ടാണ് കയറേണ്ടത്. പിന്നെ 1 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 7 അങ്ങനെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒറ്റ വട്ടമാണ് ചെയ്യുന്നത് കേട്ടോ. എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. ഇവിടെയൊക്കെ എങ്ങനെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ മുന്നായിട്ട് ഒരു ചാക്ക് നെല്ലൊക്കെ ഉള്ളിലേക്ക് ആദ്യം തന്നെ കയറ്റാൻ പറഞ്ഞിരുന്നു കേട്ടോ. നമ്മൾ ധാന്യങ്ങളൊക്കെ കയറ്റണതിൻ്റെ മുന്നേ തന്നെ നെല്ലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കയറ്റാൻ പറഞ്ഞിരുന്നു. അപ്പോൾ വർഷേൻ്റെ വീട്ടിലെന്തായാലും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് പിന്നെ നെല്ലൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ചാക്ക് നെല്ല് ആദ്യം തന്നെ കയറ്റിയിട്ടുണ്ട് കേട്ടോ ഉള്ളിലേക്ക്. പിന്നെ അതാ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ഒന്ന് വലം വെച്ച് വരികയാണ് കേട്ടോ. വർഷേൻ്റെ വീട്ടിൽ നിന്നും പിന്നെ അതേപോലെ തന്നെ അവളെ ചേച്ചിമാരും ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് പിന്നെ അമ്മായിമാരോട് മാത്രം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ചെറിയൊരു ഇതാക്കിയിട്ട് പാലുകാച്ചൽ നടത്താൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇനിയിപ്പോൾ ഫങ്ഷനായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് ഡേറ്റ് 18-ാം തീയതിയാണ് കേട്ടോ. അപ്പം അന്ന് എല്ലാവരെയും വിളിക്കാൻ വിചാരിച്ചിട്ടേ ഇതൊരു ചെറിയ പരിപാടി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു തവണ വലം വെച്ചതിന് ശേഷം വാതിൽ വർഷനെ തുറന്ന് കയറണം എന്നാണ് കേട്ടോ. അപ്പോൾ വാതിൽ തുറന്ന് കയറി നേരെ സ്വാമി റൂം ഉണ്ടെങ്കിൽ അവിടെ വിളക്ക് കൊണ്ടുവയ്ക്കുക, എന്നിട്ടൊന്ന് തൊഴുത് വരിക, അതാണ് കേട്ടോ. എന്നിട്ട് നേരെ പാല് കാച്ചുക, അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാ സ്വാമി റൂമായിട്ട് ഒരു ഇതുണ്ട്. അപ്പം അതിന് പിന്നെ വാതിലും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ചില പണികളൊക്കെ തീരാനുണ്ട്. പിന്നെ എല്ലാ പണിയൊന്നും ഫിനിഷ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ അമ്മ അടുപ്പൊക്കെ ഒന്ന് പിന്നെ ശരിയാക്കുകയാണ്. ഇനി അതിലേക്ക് കണലിട്ടിട്ട് പിന്നെ പാല് കാച്ചുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഹോമകുണ്ടം ഇവിടെ അടുക്കളയിലാണ് നമ്മൾ ഗണപതി ഹോമം നടത്തിയിരുന്നത്. പിന്നെ എല്ലായിടത്തും എങ്ങനെ എനിക്കറിയില്ല കേട്ടോ. ഇവിടെ എൻ്റെ പാല് കാച്ചലിന് ഹാളിൽ വെച്ചിട്ടാണ് കേട്ടോ നടത്തിയിരുന്നത്. ഇവിടെ പിന്നെ അടുക്കളയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അടുക്കളയിൽ നിന്ന് അത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കെടുവോ അറിയില്ലല്ലോ, അപ്പോൾ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എല്ലാവരും കൂടെ കയറുമ്പോൾ അത് തട്ടി അത് നല്ല ഇരുമ്പിൻ്റെ ആയതുകൊണ്ട് ചൂടാവുമെന്ന് എഴുതിയിട്ട് അപ്പോൾ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ കണലെടുത്തുകൊടുന്ന് കത്തിക്കാൻ കേട്ടോ. പിന്നെ അടുപ്പിൽ കർപ്പൂരം, ആ കണലും കർപ്പൂരം പിന്നെ അതേപോലെ തന്നെ പ്ലാവിൻ്റെ വിറക് കേട്ടോ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഒന്ന് കത്തിപ്പിടിച്ച് കിട്ടുവോളം പിന്നെ വേറെ വിറകൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാ അമ്മ അതൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പാല് കാച്ചാനുള്ള പാലൊക്കെ വർഷേൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ കൊണ്ടുവന്നത്. പിന്നെ അതേപോലെ ഉള്ള ചേച്ചീൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്കൊക്കെ പശുള്ള ആൾക്കാരാണ് കേട്ടോ, കർഷകരാണ് എല്ലാവരും. ചേച്ചിയും പിന്നെ അതേപോലെ ഓലെ അച്ഛനും ഒക്കെ നല്ല കർഷകന്മാരാണ്. അപ്പോൾ പാലൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നു. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് എനിക്ക് അപ്പുവാണ് കേട്ടോ. പിന്നെ അപ്പു പറഞ്ഞാൽ എൻ്റെ അമ്മായിൻ്റെ മകളെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഓനാണ് ഇതൊക്കെ എടുത്തിരുന്നത്. അപ്പോൾ അടുപ്പിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, ഈ ആലുവ അടുപ്പ് പിന്നെ നമ്മൾ ആദ്യം ഒന്ന് എയർ പുറത്തേക്ക് കളയണം എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഇൻ്റെതായെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ എയർ ആദ്യം പുറത്തേക്ക് പോകണം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. എന്നെങ്കിലുള്ളൂ പെട്ടെന്ന് കത്തിപ്പിടിക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ പുകയും. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു അങ്ങനെ കത്തിക്കാൻ പാടില്ല, എയർ കളയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അതിൽ തന്നെ കത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നു. എന്തായാലും ഞാൻ ആദ്യം എയറൊന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നീടാണ് എയറൊക്കെ കളഞ്ഞ് അപ്പോൾ ഒന്ന് സീറ്റിംഗായി കത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പാല് കാച്ചുന്നത് തിളച്ചോ ഇങ്ങനെ നോക്കിക്കാണ് കേട്ടോ. മക്കൾസൊക്കെ അതാ അവിടെ ഉണ്ട്. ഒക്കത്തിനും ഒരു ക്ഷീണമായിട്ടുണ്ട്, രാവിലെ തന്നെ നീറ്റതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ അതാ എല്ലാവരും ഒന്ന് പാല് ഓരോരുത്തരും വന്ന് ഇളക്കും. പിന്നെ അപ്പോൾ എല്ലാവരും വന്നിട്ടിങ്ങനെ ഇളക്കുമായിരുന്നു കേട്ടോ. പിന്നെ അതാ ഗ്യാസൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. നമ്മൾ ഗ്യാസൊന്നും ഫിറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ പാല് കാച്ചിയതിന് ശേഷം ഒക്കെ റെഡിയാക്കാൻ പറഞ്ഞു കേട്ടോ. പിന്നെ അതാ ഇത് നമ്മുടെ കുറ്റി വെക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അങ്ങനെ നീക്കി കൊണ്ടുപോകാനൊക്കെ പറ്റിയതാണ്. അതെന്തായാലും ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ, ഇതിൻ്റെ അടുത്തൊന്നുമില്ല. പിന്നെ അതാ നമ്മുടെ പാലൊക്കെ നല്ലോണം പൊന്തി വന്ന് തിളച്ച് പോയിട്ടുണ്ട് കേട്ടോ. ഒക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ചിലരൊക്കെ സ്റ്റീൽ പാത്രത്തിലും പാല് കാച്ചാറുണ്ട്, മൺകലത്തിലും പാല് കാച്ചാറുണ്ട്. മൺകലത്തിലാവുമ്പോൾ കുറച്ച് സമയം പിടിക്കും, സ്റ്റീലിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. മൺകലം ചൂടായൊക്കെ റെഡിയായി വരുമ്പോഴത്തേന് കുറച്ച് സമയമാവും. പക്ഷേ മൺകലത്തിലാക്കണതാണ് നല്ലത് എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ചിലവർ സ്റ്റീലിലും ആക്കും, കുഴപ്പമൊന്നുമില്ല, അവനവൻ്റെ ഇഷ്ടം പോലെയാണ്. പിന്നെ അതേപോലെ തന്നെ പാല് തിളച്ച് മറയണതൊരു ഭാഗത്തേക്ക് ആവണം എന്നൊക്കെ ഉണ്ട്. അതും തന്നെ ഇവിടെ കറക്റ്റായിട്ട് തന്നെ എന്തായാലും ദൈവം സഹായിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാല് കാച്ചലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പായസം, ഞാൻ പറഞ്ഞല്ലോ ഇവിടെയാണ് വെക്കുന്നത് എന്ന്, പായസം അരിപ്പായസമാണ് കേട്ടോ. ഉണങ്ങല്ലരി കൊണ്ട് പായസം വെക്കുകയാണ്.
അപ്പോൾ അതാ അവളെ അമ്മയും ചേച്ചിമാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവർ കൊണ്ടുവന്ന പാൽ തന്നെയാണ്. പിന്നെ പാല് തിളപ്പിച്ച് പിന്നെ അതേപോലെ തന്നെ അരി കുക്കറിൽ അടിച്ചിട്ട് അങ്ങനെ വേവിക്കുകയാണ് കേട്ടോ. ചേച്ചിമാർക്കൊക്കെ പെട്ടെന്ന് തന്നെ പോകണം. ഞാൻ പറഞ്ഞല്ലോ പശുവൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ ഉച്ചയ്ക്ക് കറക്കാനാകുമ്പോഴത്തേനും അങ്ങോട്ട് തന്നെ പോകണം പറഞ്ഞിട്ടേ. അപ്പം പെട്ടെന്ന് ആക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളൊരു എല്ലാവരും കൂടെ നിന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. ഗ്രൂപ്പ് ഫോട്ടോ മാത്രമൊന്നും അല്ല കേട്ടോ, ഒത്തിരി ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും കഴിച്ചിട്ടില്ല, പോകാൻ ധൃതിയുള്ളവരൊക്കെ വേഗം കഴിച്ചു കേട്ടോ. ചേച്ചിമാർക്കൊക്കെ പോകണം പറഞ്ഞിട്ട് അങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് പോവുകയാണ് കേട്ടോ. ഇത് നമ്മുടെ കണ്ണൻകുട്ടി എടുത്ത വീഡിയോ ആണ്. എടുക്കുന്ന വീഡിയോയിലൊക്കെ ഓൻ്റെ വിരലിൽ സൈനായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് അവർ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും ഇരിക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ ഞങ്ങൾ കുട്ടിപ്പാട്ടാളത്തിനുണ്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ അവർക്ക് ഉറങ്ങണവർക്കൊക്കെ ഉറങ്ങാലോ വിചാരിച്ചിട്ട് ഒക്കെ രാവിലെ നീച്ചതല്ലേ. അപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഉണ്ടാവും. അതിൻ്റെയൊക്കെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ ആദ്യം കുട്ടികൾക്ക് കൊടുത്തു കേട്ടോ. അതിന് ശേഷമാണ് ഞങ്ങൾ ഇരിക്കുന്നത്. വീടിൻ്റെ മൊത്തം പണികളൊന്നും തീർന്നിട്ടില്ല കേട്ടോ, കുറച്ചുകൂടെ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വീട് മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, പിന്നെ നമ്മൾ ക്ഷണിക്കാതെ അതിഥികൾ നമ്മളെ പരിപാടിക്ക് പങ്കെടുക്കണമെന്ന് കേട്ടിട്ടുണ്ടോ? അതേപോലെ തന്നെ ഞങ്ങൾക്കും തന്നെ ഒരു 3 അതിഥികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആരാ ചോദിച്ചാൽ ഇതാ ഇവരാണ്, ഹരിതകർമ്മസേനേൻ്റെ ആൾക്കാർ അന്ന് പിന്നെ അത് കൂടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ സാധാരണ തറവാട്ടിൽ നിന്നാണ് ചോറ് കഴിക്കാറ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും അവർക്ക് ഇവിടുന്നാണ് ഭക്ഷണം. അപ്പോൾ അവരും തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുറേ ആൾക്കാർ ഉറങ്ങാൻ പോയിട്ടുണ്ട്, കുറേ ആൾക്കാർ അതേപോലെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കറണ്ട് എത്തിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അന്ന് ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴത്തേന് പിന്നെ കറണ്ടുകാരും വന്നു കേട്ടോ. അവരും തന്നെ നമുക്ക് അപ്രതീക്ഷിതമായി വന്ന അതിഥികൾ തന്നെയാണ്. അപ്പോൾ അവർക്കും കൊടുത്തു കേട്ടോ. ഫുഡ് ഒരു കഴിച്ചില്ല, പായസമൊക്കെ കുടിച്ചു കേട്ടോ. ഫുഡ് അവർക്ക് വേണ്ട പറഞ്ഞു, കഴിച്ചിട്ടാണ് വന്നത് പറഞ്ഞു. ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ അവരെത്തിയപ്പോട്ടോ. അപ്പോൾ നമുക്ക് കറണ്ടിനുള്ള ഇതും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും അന്ന് തന്നെ ആയതുകൊണ്ട് സന്തോഷം. കാരണം ഇപ്പോഴത്തെ ഈ ചൂടനുസരിച്ച് കറണ്ടും കൂടെ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പിന്നെ പണ്ടത്തെ പോലെയൊന്നും ഇപ്പോൾ മെഴുകുതിരി എത്തിച്ചിട്ടൊന്നും ആരും ഇരിക്കൂലല്ലോ, ഇരുട്ട് ഭയങ്കര ഇതല്ലേ. ഇപ്പോൾ കറണ്ടില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എന്തായാലും കറണ്ടും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിഞ്ഞ് നമ്മുടെ വീടൊന്ന് ചെറുതായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഡീറ്റെയിലായിട്ടൊന്നും അങ്ങനെ എടുക്കണില്ല, ജസ്റ്റ് ഒന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഉള്ളിൽ കൂടെ ഒന്ന് ഇങ്ങനെ കയറിയിട്ട്. അപ്പോൾ അതാണ് വഴി. ഇതാണ് സിറ്റ് ഔട്ട് കേട്ടോ. കയറി ചെല്ലുന്നത് തന്നെ ഇങ്ങനെ ടൈലും പണിയൊക്കെ ഇതിൻ്റെ ചെറിയ ഏട്ടൻ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അങ്ങനെ നേരെ ഹാളിക്കാണ് കേട്ടോ പോണത്. ഇതിങ്ങനൊരു ഹാള്, ഇവിടെ അങ്ങനെ സെറ്റിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി TV കൊണ്ടുവന്നിട്ടില്ല, TVയും കൂടെ കൊണ്ടുവന്നിട്ട് അതും കൂടെ നമ്മൾ ഇങ്ങനൊരു കബോർഡിൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത് TV. പിന്നെ നേരെ ഇങ്ങനൊരു സാമി റൂം കേട്ടോ. സാമി റൂമിന് നമ്മൾ വാതിലോ കർട്ടനൊന്നും വെച്ചിട്ടില്ല, വെക്കണം. പ്രോഗ്രാമൊക്കെ ആകുമ്പോഴത്തേന് വെക്കും കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഒരു റൂമിലും തന്നെ കട്ടിലൊന്നും ആയിട്ടില്ല. മക്കൾസൊക്കെ കടന്നുറങ്ങുകയാണ് കേട്ടോ. ഇത് പിന്നെ അങ്ങനെ ഒരു അലമാരയ്ക്കും ബോക്സ് അടിച്ചിട്ടൊന്നുമില്ല, അതൊക്കെ പണി നടക്കുന്നുണ്ട്. ഇത് 2ാമത്തെ റൂമാണ് കേട്ടോ. ഇവിടെ പിന്നെ ഒരു ബെഡും കട്ടിലൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ വലിയ ഏട്ടൻ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏട്ടന് പോളിഷും പെയിൻറ്റിങ്ങും ഒക്കെ അറിയാം. ഇത് തന്നെ അലമാര റെഡിയാക്കിയിട്ടൊന്നുമില്ല, ഇനി ഒന്ന് എന്തായാലും പ്രോഗ്രാമൊക്കെ ആകുമ്പോഴത്തേന് റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഇതിങ്ങനെ ഒരു ടോയ്ലറ്റ്, റൂമിൽ തന്നെയുള്ളൊരു ടോയ്ലറ്റാണ്. പിന്നെ അങ്ങനെ പുറത്തേക്ക് വന്നാൽ സൈഡിലായിട്ട് ഒരു വാഷ് ബേസ് കേട്ടോ. നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇതൊക്കെ ഒരു ചെറിയ വാഷ് ബേസ്. പിന്നെ ഇതിങ്ങനെ ഒരു സ്റ്റെയർ കേസിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ആ ബാത്റൂമിൻ്റെ മുകളുണ്ടല്ലോ, ആ മുകളിലായിട്ടൊരു നമുക്ക് പഴയ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു ഹോളുണ്ട് കേട്ടോ. പിന്നെ കോണിക്കൂട്ടിലായിട്ട് ഒരു ബാത്റൂമും കൂടെ വരുന്നുണ്ട്. 2 കേട്ടോ ബാത്റൂം. ഇതിങ്ങനെ ഒരു സൈറ്റ്, ചെറിയൊരു സൈറ്റ്. പിന്നെ ഇത് കിച്ചൺ, കണ്ടോ, ഇത് ഇങ്ങനെ ഒരു കിച്ചൺ. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു കുഞ്ഞു വീടാണ് കേട്ടോ, ചെറിയൊരു വീടാണ്. അപ്പോൾ കണ്ടോ ഒരു ചെറിയൊരു കിച്ചണും. ഇതിപ്പോൾ സദ്യ ആയതുകൊണ്ടാണ് ഇത്രയും പാത്രങ്ങളും സാധനങ്ങളും കേട്ടോ. സദ്യ ആകുമ്പോൾ പിന്നെ അറിയാലോ ഒത്തിരി പാത്രങ്ങളുണ്ടാവും. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി അങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ.
പിന്നെ ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് പിന്നെ തിരുമ്പാങ്കല്ലും പിന്നെ പാത്രം കഴുകാനുള്ള തറയും അതിൻ്റെയൊക്കെ പണി കഴിഞ്ഞിട്ടില്ല, അതും കൂടെ ഫിനിഷ് ചെയ്യാനുണ്ട്. പിന്നെ ഇതാ ഇവിടെയൊക്കെ റബ്ബറായിരുന്നു കേട്ടോ, റബ്ബർ മാന്തി മണ്ണൊക്കെ എടുത്ത് അങ്ങനെ ഒരു പ്ലോട്ടാക്കി മാറ്റിയതാണ് കേട്ടോ, നമ്മുടെ തന്നെയായിരുന്നു സ്ഥലം. അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ച് വീട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീടൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ചുമരിനൊക്കെ കണ്ടോ ടൈലൊട്ടിച്ച് തന്നെയാണ് കേട്ടോ. കണ്ടോ, ഇത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മീഷോന്ന് പ്രൊഡക്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതാണ്. പിന്നെ ഞങ്ങളെല്ലാവരും സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇരിക്കുന്നതാണ് നമ്മളെ പപ്പ പറഞ്ഞാൽ അമ്മായിൻ്റെ ഭർത്താവ്. പപ്പ ഇല്ലാതെ ഞങ്ങൾക്കൊരു പരിപാടി ഇല്ലായിരുന്നില്ലേ. പപ്പയ്ക്ക് രാവിലെ ഒന്നും വരാൻ പറ്റിയില്ല, വൈകുന്നേരം ആട്ടോ വന്നത്. പിന്നെ കുറച്ച് തിരക്കായി പോയി. എന്നിട്ട് പപ്പേനെ ഭയങ്കര മിസ്സിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പരിപാടിക്ക് പപ്പ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോസിനെ കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ, ജിന്നൊക്കെ ശരിക്കും എടുത്തോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്